ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനോ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് റിഡക്സിന്റെ ടൂൾ കിറ്റ്, നമ്മുടെ സിസ്റ്റത്തിൽ അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെ ആയിരുന്നു അല്ലെ. ഇന്ന് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. ഓരോ പോർഷൻ ഓരോ ദിവസം നമുക്ക് ഹാൻഡിൽ ചെയ്യാം. സെയിം കേക്ക് സ്റ്റോറിന്റെ എക്സാമ്പിൾ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ കേക്ക് സ്റ്റോറിന്റെ പ്രൊജക്ട് ഒന്ന് നോക്കാം. അവിടെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഒരു ആക്ഷൻ ടൈപ്പ് ഓർഡർ കേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ക്രിയേറ്റർ ആക്ഷൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഡോട്ട് ജെഎസിൽ റെഡ്യൂസർ ഫംഗ്ഷനിൽ ഒരു റെഡ്യൂസർ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോറിന്റെ പേജിൽ നമ്മൾ ക്രിയേറ്റ് സ്റ്റോർ ഡെപ്രിക്കേറ്റഡ് ആയിട്ടുള്ള ക്രിയേറ്റ് സ്റ്റോർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് സ്റ്റോറിനെ ക്രിയേറ്റ് ചെയ്ത് റെഡ്യൂസർ ഫംഗ്ഷൻ പാസ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്നിട്ട് നമ്മുടെ കേക്ക് കണ്ടെയ്നർ എന്ന് പറഞ്ഞ കോമ്പോണന്റ് എടുത്തിട്ട് ഈ കോമ്പോണന്റിലേക്ക് നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസിനെ മാപ്പ് ചെയ്ത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റെഡ്യൂസറിനെയും ആക്ഷനും ഒക്കെ കണക്ട് ചെയ്ത് കോൾ ചെയ്തിട്ടുണ്ട്. ഇത്രയുമായിരുന്നു ചെയ്തത്. ഇത് ആക്ച്വലി ഒരു കോംപ്ലിക്കേറ്റഡ് കോഡ് അല്ലേ. അതായത് ഇതുപോലെ മൾട്ടിപ്പിൾ ആക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം അല്ലേ. ഇനി നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ഇതൊന്ന് പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് വരിക കേട്ടോ. അതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഈ പ്ലേലിസ്റ്റിലെ ഇതുവരെയുള്ള വീഡിയോസ് കണ്ടിട്ട് ഈ വീഡിയോ കാണുക കേട്ടോ. ഇനി നമുക്ക് ടൂൾ കിറ്റിലേക്ക് വരാം. അപ്പൊ കോർ റിഡക്സിന്റെ ഏറ്റവും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ബോയിലർ പ്ലേറ്റ് കോഡാണ് അല്ലെ. അതായത് കോഡ് റിപ്പീറ്റേഷൻ ഉണ്ടാവും, നമ്മുടെ ഈ ലോജിക്കിനെ കോംപ്ലക്സ് ആക്കുന്നതായിരുന്നു അല്ലെ. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ റിഡക്സ് ടൂൾ കിറ്റ്. അതിന്റെ ഫസ്റ്റ് പോർഷൻ ആണ് സ്ലൈസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ അതിന്റെ പേര് പോലെ തന്നെ സ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പീസ്, ഒരു പോർഷൻ, അതിനൊക്കെയല്ലേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഓരോ സ്ലൈസസ് ആയിട്ട് നമ്മുടെ ലോജിക്കിനെ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഫൈനലി ഇതിനെ കമ്പൈൻ ചെയ്യും. ഇനി എന്താണ് ഈ സ്ലൈസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ റിഡക്സ് ടൂൾ കിറ്റ് ബിൽട്ടിൻ ആയിട്ട് ഒരു ക്രിയേറ്റ് സ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫംഗ്ഷൻ ബിൽട്ടിൻ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ലൈസിന്റെ അകത്ത് നമ്മൾ റെഡ്യൂസറിന്റെ ഒരു ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. ഇത് നമ്മുടെ കോഡിനെ ഷോർട്ടർ ആക്കും, എഫിഷ്യന്റും ആക്കും. അപ്പൊ അതെങ്ങനെയാ നോക്കാം. നമ്മളിപ്പോ നേരത്തെ കാണിച്ച ഈ ആക്ഷൻ ടൈപ്പിനെയും ആക്ഷൻ ക്രിയേറ്റർ ഫംഗ്ഷനെയും റെഡ്യൂസർ ഫംഗ്ഷനെയും എല്ലാം കൂടെ എന്ത് ചെയ്യും? ഒറ്റ പോർഷനിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പൊ എന്തായി? കോഡ് റിപ്പീറ്റേഷൻ ഒഴിവായി, നമ്മുടെ കോഡ് സിമ്പിൾ ആയി. എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ടൂൾ കിറ്റിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ്. അതിൽ ക്രിയേറ്റ് സ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അതല്ലായിരുന്നു പറഞ്ഞത്. ഇത് ബിൽറ്റിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് ആ ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഇനി ഈ ഫംഗ്ഷന്റെ അകത്ത് ഒബ്ജക്റ്റിലാണ് നമ്മൾ ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് ക്രിയേറ്റ് സ്ലൈസ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർഫേസ് ഉണ്ട് ഇതിന്റെ ബാക്ക് എൻഡിൽ. അതിന്റെ ഡാറ്റ ടൈപ്പ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അതൊരു ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ഫോർമാറ്റിലുള്ളത്, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒബ്ജക്റ്റിലാ കൊടുക്കുക എന്ന് ഓർത്ത് വെക്കാം. ഇനി ഓരോ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നോക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടി നെയിം ആണ്. അതായത് നമ്മൾ ഈ സ്ലൈസിന് എന്താണോ നെയിം കൊടുക്കേണ്ടത് അത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, പക്ഷെ ഇത് ഇമ്പോർട്ടന്റും ആണ്. മൾട്ടിപ്പിൾ സ്ലൈസ് ഒക്കെ വരുന്ന സമയത്ത് ഇത് യൂസ്ഫുൾ ആവും. അത് എപ്പോഴാന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പം ജസ്റ്റ് ഓർത്തിരിക്കുക, ഇത് സ്ലൈസിന്റെ നെയിം ആണെന്ന്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഞാനിപ്പം മെയിൻ പ്രോപ്പർട്ടി, നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസിനെ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതല്ലാതെയും ഓപ്ഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമുക്കത് യൂസ് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ റെഡ്യൂസറിന് പുറത്തായിരുന്നു അല്ലെ ഇനിഷ്യൽ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തത്. ഇവിടെ നമുക്ക് ഓരോ സ്ലൈസിനും അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പൊ നമ്മൾ കേക്കിന്റെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, കേക്ക് സ്റ്റോറിന്റെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ അതിന് എത്ര സ്ലൈസ് നമുക്ക് പോസിബിൾ ആണ്? ഓർഡറിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു സ്ലൈസ് എഴുതാം അല്ലെ. അതായത് കസ്റ്റമറിന്റെ പർച്ചേസിനെയും റീസ്റ്റോക്കിനെയും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു സ്ലൈസ് എഴുതാം. ഇപ്പൊ ഈ കേക്ക് ഷോപ്പിലെ കസ്റ്റമറിന്റെ സാലറി റിലേറ്റ് ചെയ്തിട്ട് പേറോളിനെ വെച്ചിട്ട് നമുക്കൊരു സ്ലൈസ് എഴുതാം. പിന്നെ ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് മൂന്നാമതൊരു സ്ലൈസ് എഴുതാം. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ സ്ലൈസസ് എഴുതാം അല്ലെ. അപ്പൊ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ലോജിക്കാണ്, സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് മൾട്ടിപ്പിൾ സ്ലൈസിനെ കമ്പൈൻ ചെയ്യാം. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമ്മളൊരു സിംഗിൾ സ്ലൈസ് ആണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ലൈസിന്റെ, ഇപ്പൊ നമ്മൾ ഓർഡറിങ്ങിന്റെ സ്ലൈസ് എഴുതുന്നത് പർച്ചേസിന്റെ. അപ്പൊ ഈ സ്ലൈസിൽ ഏതൊക്കെയാണോ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് വരുന്നത് അത് നമ്മൾ ഇതിന്റെ അകത്ത് ഡിഫൈൻ ചെയ്യാം. നമുക്കിപ്പം നമ്പർ ഓഫ് കേക്ക്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് 10 എന്ന് സ്പെസിഫൈ ചെയ്യുന്നു.
അപ്പൊ നമ്പർ ഓഫ് കേക്ക്സ് 10 ആയി. അപ്പൊ നമ്മുടെ ഈ എക്സാമ്പിളിൽ നമ്മൾ ഇത് പർച്ചേസിന്റെ സ്ലൈസ് അല്ലേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാ സ്റ്റേറ്റ് പ്രോപ്പർട്ടി വരിക? ഞാൻ ആകെ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടിയെ കൊടുക്കുന്നുള്ളൂ, നമ്പർ ഓഫ് കേക്ക്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇന്നും ഷോപ്പ് ഓപ്പൺ ചെയ്തപ്പം എനിക്ക് 10 കേക്ക്സ് ആയിരുന്നു എന്റെ ഷെൽഫിലുള്ളത്. അപ്പൊ എന്റെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി നം മാത്രമേ ഉള്ളൂ. അപ്പൊ ഓരോന്നിന്റെയും സ്ലൈസിന്റെ ലോജിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് വരിക. ഇനി മൂന്നാമത്തത് റെഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കീ ആണ്. ഇതൊക്കെ ബിൽറ്റ് ഇൻ കീസ് ആട്ടോ. നെയിം, ഇനിഷ്യൽ സ്റ്റേറ്റ്, റെഡ്യൂസേഴ്സ് ഒക്കെ. ഈ കീന്റെ അകത്താണ് അതൊരു എഗെയിൻ ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റോ ഫങ്ഷൻസ് ആണ് എഴുതുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കോർ റിഡക്സില് ആക്ഷനും ടൈപ്പും റെഡ്യൂസറും സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതുന്നത്. സ്ലൈസിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഒറ്റ ഇതിൽ എഴുതാവുന്ന ഇവിടെയാണ് അത് വരുന്നത്. അപ്പൊ നമുക്കിവിടെ ആക്ഷൻ ടൈപ്പ് ഓർ റെഡ്യൂസർ നെയിം, കോമൺ ആയിട്ട് അതിനെ ആക്ഷൻ ടൈപ്പ് എന്നാ പറയുന്നത്. നമ്മളിവിടെ ആക്ഷന്റെ ടൈപ്പ് കൊടുത്തില്ലേ, അത് തന്നെ കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു ആക്ഷൻ ടൈപ്പ് ആയിട്ട് ബൈ കേക്ക് എന്ന് കൊടുക്കുന്നു, കേക്കിനെ വാങ്ങുന്നതുകൊണ്ട്. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് റെഡ്യൂസർ ഫംഗ്ഷൻ എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ റെഡ്യൂസർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ജാവാസ്ക്രിപ്റ്റിന്റെ ഫംഗ്ഷൻ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, ആരോ ഫംഗ്ഷൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഞാനിപ്പോ ഇവിടെ ആരോ ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞത്? സ്റ്റേറ്റും ആക്ഷനും ആണ് അല്ലെ. അപ്പൊ എനിക്ക് ഈ കേസിൽ സ്റ്റേറ്റ് മാത്രം മതി. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രെഡ് ഓപ്പറേറ്ററിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ സ്റ്റേറ്റിനെ എങ്ങനെയായിരുന്നു റെഡ്യൂസർ ഫംഗ്ഷനിൽ അപ്ഡേറ്റ് ചെയ്തത്? സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കോപ്പി എടുത്ത് വെച്ചിട്ടായിരുന്നു അല്ലെ. മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഒക്കെ വരുമ്പം അത് മിസ്സാകാതിരിക്കാൻ വേണ്ടി. ഇവിടെ അതിന്റെ ആവശ്യമില്ല, കാരണം ഇതിനൊരു ഇമ്മർ ലൈബ്രറി ഉണ്ട്. അത് ഞാൻ എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഇവിടെ ആവശ്യമില്ല. ഇന്റേണലി നെസ്റ്റഡ് സ്റ്റേറ്റിനെ ഇത് മാനേജ് ചെയ്യുന്നുണ്ട്, അത്ര അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പൊ സ്റ്റേറ്റിന്റെ നമ്പർ ഓഫ് കേക്സിനെ നമ്മൾ പർച്ചേസ് ചെയ്തില്ലേ, പർച്ചേസ് ചെയ്തപ്പോൾ കേക്ക് റെഡ്യൂസ് ആവൂല്ലേ. ഞാൻ മാനുവലി 1 കൊടുക്കുകയാണ്. അതായത് കസ്റ്റമർ എല്ലാ പ്രാവശ്യം ഓരോ കേക്കാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ള അസംഷനിൽ ഞാൻ ഒരു കേക്കിനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ ഒരു റെഡ്യൂസറും കൂടെ നമുക്ക് ഇതിന്റെ അകത്ത് ഡിഫൈൻ ചെയ്യാം, റീസ്റ്റോക്ക് കേക്ക്. എഗെയിൻ ഇതൊരു ആരോ ഫംഗ്ഷൻ ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇവിടെയും എന്തായിരിക്കും വരുന്നത്? എന്റെ സ്റ്റേറ്റ് ആയിരിക്കും, അതുപോലെ ആക്ഷനും വരും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്റ്റേറ്റിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഓരോ പർച്ചേസിലും ഈ സ്റ്റേറ്റിന്റെ നമ്പർ ഓഫ് കേക്ക്സ് എന്ന് പറയുന്നത് 5 ആയിട്ട്, അതായത് റീസ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ഇറക്കുന്നില്ലേ, 5 കേക്ക് വീതമാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മൾ ഡൈനാമിക് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഡൈനാമിക് ആയിട്ട് കൊടുക്കുന്നതിന് പകരം മാനുവൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാനിവിടെ സ്റ്റേറ്റ് ഡോട്ട് ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റിനെ അല്ലല്ലോ, സ്റ്റേറ്റ് ഡോട്ട് നമ്പർ ഓഫ് കേക്ക്സും സ്റ്റേറ്റ് ഡോട്ട് നമ്പർ ഓഫ് കേക്ക്സും കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉള്ള സ്റ്റേറ്റിനെ എടുത്തിട്ട് വേണ്ടി അപ്ഡേറ്റ് ചെയ്യാൻ. ഇതാണ് ക്രിയേറ്റ് സ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ബേസിക് സിന്റാക്സ്. അതിന്റെ നെയിമും അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റും റെഡ്യൂസർ ഫംഗ്ഷനും കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്കൊരു ആക്ഷൻ ക്രിയേറ്റർ ആക്ഷൻ ഫംഗ്ഷന്റെ ആവശ്യമില്ല. ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്റേണലി നമ്മൾ ഈ കൊടുക്കുന്ന നെയിമില്ലേ, ഈ നെയിമും ആക്ഷൻ ടൈപ്പും കൂടെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റർ ആക്ഷൻ ഫംഗ്ഷൻ ഇന്റേണലി ക്രിയേറ്റ് ചെയ്തോളും. അതായത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ലൈസിന്റെ നെയിം എന്തായിരുന്നു? കേക്ക് എന്നല്ലേ. കേക്ക് സ്ലാഷ് ഫസ്റ്റ് ക്രിയേറ്റർ ആക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൈ കേക്ക്. ഈ ഒരു ഫോർമാറ്റിൽ ഇന്റേണലി എന്ത് ചെയ്തോളും? ക്രിയേറ്റർ ആക്ഷൻ ഫംഗ്ഷൻ ഇത് ഡിഫൈൻ ചെയ്തോളും. നമ്മൾ മാനുവലി ഇതുപോലെ ക്രിയേറ്റർ ആക്ഷൻ ഫംഗ്ഷൻ കൊടുത്ത് അതിന്റെ അകത്ത് ഇത് കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. അതൊക്കെ ഇന്റേണലി മാനേജ് ചെയ്തോളും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നെയിം കൊടുക്കണം എന്ന്. നെയിം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നെയിം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നെയിം കൊടുത്തില്ലെങ്കിൽ ഡീഫാൾട്ട് ആയിട്ട് സ്ലൈസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ നെയിം എടുത്തിട്ട് സ്ലൈസ് സ്ലാഷ് ആക്ഷന്റെ നെയിം എന്താണോ നമ്മളോട് കൊടുത്തിരിക്കുന്നത് ആ നെയിം എടുത്തോളും. അപ്പോ ക്ലിയർ ആയില്ലേ? ഇതാണ് ബേസിക് ആയിട്ട് ക്രിയേറ്റ് സ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സിന്റാക്സ്. ഇനി എന്താണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്? ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. കേക്ക് സ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഒബ്ജക്റ്റിന്റെ അകത്ത് 2 പ്രോപ്പർട്ടീസ് ആണുള്ളത്, റെഡ്യൂസേഴ്സും ആക്ഷൻസും. ആക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ലൈസിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റെഡ്യൂസേഴ്സിന്റെ ക്രിയേറ്റർ ആക്ഷൻ ഫംഗ്ഷൻസ് അല്ലെ, അതിന്റെ നെയിം ആയിരിക്കും ആക്ഷനിൽ വരുന്നത്, മറ്റേത് റെഡ്യൂസറും. ഈ 2 കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഈ ഒബ്ജക്റ്റിനെ ഡീസ്ട്രക്ചറിങ് ചെയ്തിട്ട് ഓരോ ആക്ഷനെയും ഓരോ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണം. കാരണം നമുക്കിത് കോമ്പോണന്റ് ചെയ്യുന്ന ഈ ആക്ഷൻ ത്രൂ ആണല്ലോ ഈ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, അവിടെ ആവശ്യമുണ്ട്. സോ
അറേ സ്ട്രക്ചറിങ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? അറിയില്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിന്റെ നമ്മുടെ തന്നെ ട്യൂട്ടോറിയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഡോട്ട് 2 പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആക്ഷൻസും റെഡ്യൂസേഴ്സും. അതിൽ ആക്ഷൻസിനെ പ്രോപ്പർട്ടി എടുത്ത് അതിന്റെ അകത്ത് ആക്ഷൻസിന്റെ നെയിംസ് ഉണ്ടാവും. അത് രണ്ടും ഞാൻ 2 നെയിമിലേക്ക് എടുത്തു. സോറി, ഇവിടെ ഡീഫാൾട്ട് ആയിട്ടുള്ള കോൺസ്റ്റ്, സോറി ഇവിടെ വേരിയബിൾ ആണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, കോൺസ്റ്റ് ആയിരുന്നു, ഞാൻ അറിയാതെ ഡീഫാൾട്ട് എന്ന് കൊടുത്ത കേട്ടോ. അടുത്ത ഞാൻ എൻ്റെ ഈ സ്ലൈസറിനെയും കൂടെ എക്സ്പോർട്ട് ചെയ്യുവാണ്. ആവശ്യമില്ലാത്തൊരു റെഡ്യൂസർ കയറി വന്നിട്ടുണ്ടല്ലേ. ഇങ്ങനെയാണ് ഒരു സ്ലൈസ് ക്രിയേറ്റ് ചെയ്യുന്നത് റിഡക്സ് ടൂൾ കിറ്റ് യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇത് സിമ്പിൾ ആയില്ലേ? ഇതുപോലെ മൾട്ടിപ്പിൾ ഫയലിൽ ഇങ്ങനെ ക്രിയേറ്റർ ആക്ഷൻ ഫംഗ്ഷൻ, ആക്ഷൻസ്, റെഡ്യൂസേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇതിന്റെ ഇമ്മർ ലൈബ്രറി ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കോപ്പി ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻറ്റയർ ലോജിക്ക്, ആക്ഷൻ ടൈപ്പ്, ക്രിയേറ്റർ, ആക്ഷൻ, റെഡ്യൂസേഴ്സ് എല്ലാം ഒരു സിംഗിൾ പ്ലേസിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എങ്ങനെയാണ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ സ്ലൈസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്